നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ എന്താ അങ്ങോട്ട് വരാത്ത? അച്ഛന് അജുവേട്ടന്റെ അമ്മ വഴക്ക് പറഞ്ഞോണ്ടാണോ അതോ എന്നോട് പിണങ്ങിയിട്ടാണോ? നീ എന്താ മോളെ ഈ പറയുന്നേ? അമ്മയുടെ മോളോട് പിണക്കോ? അമ്മയ്ക്ക് മോളോട് പിണങ്ങാൻ കഴിയോ? ആരോടും ഒരു പിണക്കമില്ല. ഈ അവസ്ഥയിൽ എന്റെ മോളെ കാണാൻ വയ്യാഞ്ഞിട്ടാ. മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയ്ക്കറിയാം. മോൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളതും അമ്മയ്ക്കറിയാം. അച്ഛനും അമ്മയും ചെയ്യുന്ന പാപങ്ങളുടെ ഫലം മക്കൾ അനുഭവിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാവം എന്റെ മോളത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചു തീർക്കുക. അങ്ങനൊന്നും പറയല്ലേ അമ്മേ. ഇത് വിധിയോ ദൈവകോപമോ അതല്ലെങ്കിൽ ആരുടെയോ പാപത്തിന്റെ ഫലമോ അല്ല. നമ്മുടെ ഒപ്പം നിന്ന ചിലര് ചതിച്ചതാ. സ്വാതി എന്ന പെൺകുട്ടിയെ സഹായിക്കാൻ അജുവേട്ടനൊരു മനസ്സലിവ് കാണിച്ചു. അതിന്റെ ഫലമാ ഈ അനുഭവിക്കുന്നതെല്ലാം. അവള് കൃത്യമായ അവസരം മുതലെടുത്ത് അജുവേട്ടനെ ട്രാപ്പ് ചെയ്തതാ. അമ്മ, ഞാൻ വന്നത് അജുവേട്ടന്റെ കാര്യം സംസാരിക്കാനല്ല. എനിക്ക് മനസ്സിലായി. നന്ദേട്ടൻ ഇവിടെ വന്നിരുന്നു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ എന്നോട് പറയുകയും ചെയ്തു. എന്റെ മോൾ അതിലൊന്നും വിഷമിക്കണ്ടാട്ടോ. അവിടെ വീട്ടില് മാധുരി അവളുടെ ഫീലിങ്സ് പറഞ്ഞേ ഉള്ളൂ. ആ അവസരത്തിൽ ആരായാലും അങ്ങനെ പറയുള്ളൂ. നന്ദേട്ടൻ അർജുനെ ജാമ്യത്തിൽ ഇറക്കുമെന്ന് കരുതിയ ആ വീട്ടിലെല്ലാവരും കാത്തിരുന്നത്. മോളും അങ്ങനെ കരുതിയിരുന്നില്ലേ? അത് നടക്കാതെ വരികയും അർജുൻ മോൻ ജയിലിലേക്കും പോയപ്പോ അവരുടെ ദേഷ്യത്തിന്റെ ആക്കം കൂട്ടി. അതിന്റെ പ്രതിഫലനമാ മാധുരി നന്ദേട്ടനോട് അങ്ങനെ പെരുമാറിയത്. സാരമില്ല, ആ സമയത്ത് അല്പം വിഷമം തോന്നിയെങ്കിലും ഞാൻ പരമാവധി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്റെ മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മോള് അർജുൻ മോന്റെ കാര്യം പറ. അമ്മ, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. പിന്നെ അജുവേട്ടന് വേണ്ടിയുള്ള യുദ്ധം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ പിന്നിൽ ആര് കളിച്ചാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. മോൾക്ക് സ്വാതി നേരത്തെ പരിചയമുണ്ടോ? അജുവേട്ടൻ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. പക്ഷെ അവള് സഹായം അഭ്യർത്ഥിച്ച അജുവേട്ടന് മുന്നിലെത്തിയത്. വളരെ ജെനുവിനായിട്ട് തോന്നുകയും ചെയ്തു. അമ്മ, അതിനൊരു കാരണമുണ്ട്. എന്നെപ്പോലൊരു അവസ്ഥയിലായിരുന്നു സ്വാതി അജുവേട്ടന് മുന്നിലെത്തിയത്. കാര്യം കാണാൻ വേണ്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നതിലല്ല തെറ്റ്. കാര്യം കണ്ട ശേഷം വലിച്ചെറിയുന്നതും ഒറ്റിക്കൊടുക്കുന്നതുമാ. കൊടിയ അപരാധമാ സ്വാതി ചെയ്തേ. അവളുടെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവളെ വെറുതെ വിടില്ല. ഒരാൾക്ക് മാത്രമായി എവിടെയും നിലനിൽപ്പില്ല. ആശ്രയമാവുന്നവർക്കെല്ലാം പകരം നൽകാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ തണലേകുന്ന തണ്ട് തന്നെ സ്വാതി മുറിച്ചു. അവൾക്കറിയില്ല, ഒരിക്കൽ മുറിച്ചു കളഞ്ഞ തണ്ട് പിന്നെ ആർക്കും തണലാവില്ല എന്ന്. ഇനിയൊരിക്കലും ഒരു വക്കീലും ഒരാളുടെയും ദൈന്യത കണ്ട് സഹായിക്കാൻ പോവില്ല എന്ന്. മോളെ, അമ്മ എന്ത് പറയാനാ മോളോട്? എന്നെക്കാളും പക്വതയും ധൈര്യവും എന്റെ മോക്കുണ്ട്. ഈ അമ്മ എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ ദുഃഖത്തിൽ കരയാനും ആശ്വസിപ്പിക്കാനും അല്ലേ അമ്മയ്ക്ക് കഴിയും. അമ്മ മോക്ക് എന്താ തരണ്ട്? അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ എന്ത് ആശ്വാസമാണെന്നോ. അമ്മയുടെ തോളത്ത് കിടക്കാൻ എപ്പോഴും ഇങ്ങനെ കഴിയണമെന്ന എന്റെ ആഗ്രഹം. എന്ത് നഷ്ടപ്പെട്ടാലും ഈ തണലിൽ വന്ന എനിക്ക് ആശ്വാസമാ. ഈ ലോകത്ത് സ്നേഹിച്ചിട്ടും തിരിച്ച് സ്നേഹിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. എന്നാ സ്നേഹിക്കാതെ തന്നെ ചങ്ക് പറിച്ചു തരുന്നത് എന്റെ അമ്മയാ. ഞാൻ പറഞ്ഞില്ലേ, മോൾ എന്നെക്കാളും വളർന്നു. എന്നെക്കാളും അറിവും വിവരവും ഒക്കെ മോൾക്കുണ്ട്. അതൊരു പക്ഷേ മോളാ സ്നേഹസദനത്തിൽ വളർന്നുകൊണ്ടാവും. ഞങ്ങളുടെയൊക്കെ ശിക്ഷണത്തിലും സ്നേഹത്തിലും വളരേണ്ട നീ
സ്നേഹസദനത്തിൽ വിശ്വനാഥ് സാറിനൊപ്പം വളർന്നപ്പോ മോളുടെ ജീവിതം ആകെ മാറി, കാഴ്ചപ്പാടുകൾ മാറി. ഇങ്ങനൊരവസരത്തിൽ ഏതൊരു പെൺകുട്ടിയും തളർന്നു പോയേണ്ടതായിരുന്നു. പക്ഷേ എന്റെ മോളി അവസരത്തിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്നു. അമ്മ പറഞ്ഞത് ശരിയാ. ചെറുപ്പത്തിലെ ഞാൻ അനാഥയായെങ്കിലും സനാഥയായിരുന്നു. ഒരുപാട് കുട്ടികളുടെ നടുവിൽ അവരുടെ കഷ്ടപ്പാടിനും ജീവിതത്തിനും ഒപ്പം സഞ്ചരിച്ച് എനിക്കും ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടായി. വിശ്വനാഥൻ അച്ഛൻ എന്നെ പഠിപ്പിച്ച കുറെ പാഠങ്ങളുണ്ട്. അതെപ്പോഴും ഞാൻ ജീവിതത്തിൽ ഓർത്തു വെക്കാറുണ്ട്. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത് അവിടെ നിന്നും മൗനമായി പിന്മാറണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പഠിക്കണം. മോളെ, എന്റെ പൂജമോള് അമ്മയുടെ മിടുക്കി കുട്ടി തന്നെയാ. വാ അമ്മേ, നമുക്ക് അച്ഛനെ കാണാം.